അടയാളങ്ങൾ അനുഭവങ്ങൾ ദാസരിൽ സ്നേഹത്തിൻ സ്പർശനങ്ങൾ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും നാഥന്റെ സ്നേഹ സ്പർശനങ്ങൾ അടയാളങ്ങൾ അനുഭവങ്ങൾ ദാസരിൽ സ്നേഹത്തിൻ സ്പർശനങ്ങൾ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും നാഥന്റെ സ്നേഹ സ്പർശനങ്ങൾ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനം കേരളം. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ കൊച്ചു ഗ്രാമം കഞ്ചിക്കോട്. അവിടെ ഒരു കൊച്ചു ഭവനം. സ്നേഹഭവൻ. റാണി, ജോൺ, സ്നേഹ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. റാണി ജോണിലൂടെ നടന്ന അടയാളങ്ങൾ 1996 നവംബർ 2 അത്ഭുതകരമായ ജപമാല സ്വീകരണം. ഡിസംബർ 15 കയ്യിൽ പാല് നിറയുന്നു. 1997 മെയ് 1 വായിൽ പാല് നിറയുന്നു. സെപ്റ്റംബർ 28 കയ്യിൽ പരിശുദ്ധ കുർബാനയുടെ അടയാളം. ഒക്ടോബർ 26 പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം. നവംബർ 2 പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം. 1998 ഫെബ്രുവരി 12 പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം. നവംബർ 2 ജപമാല റാലി. 1999 ഏപ്രിൽ 2 പഞ്ചക്ഷതാനുഭവം. നവംബർ 2 ഈശോ വന്ന് പരിശുദ്ധ കുർബാന നൽകുന്നു. 2000 ജനുവരി 8 സുഗന്ധ കണ്ണുനീർ പ്രവാഹം. ജനുവരി 9 അത്ഭുതകരമായ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. ഏപ്രിൽ 18 പഞ്ചക്ഷതാനുഭവം. മെയ് 24 കയ്യിൽ പാല് നിറയുന്നു. ഓഗസ്റ്റ് 16 വായിൽ പാല് നിറയുന്നു. നവംബർ 1 13ാം തവണ പഞ്ചക്ഷതം. സത്യമാണോ മിഥ്യയാണോ രക്ഷകൻ ഊഴിയിൽ വന്നതാണോ? സത്യമാണോ? 2000 നവംബർ 2 സന്ദേശം. മക്കളെ, സാത്താൻ ഇന്ന് മുന്നേറുന്നത് അഹങ്കാരത്തിന്റെ ചൈതന്യവും ദൈവത്തിനെതിരെയുള്ള പ്രക്ഷോഭണവും കൊണ്ടത്രേ. അതിനാൽ പിശാചിന്റെ അഹങ്കാരം നിങ്ങളുടെ എളിമ കൊണ്ടും എളിമ ദയയോടുള്ള പ്രാർത്ഥന കൊണ്ടും നിശേഷം നീക്കം ചെയ്യാൻ ഉത്സുകരാകാൻ ഈ അമ്മ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ മക്കളെ, നിങ്ങൾ തുടർന്നും സഹിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗീയ അനുഭൂതി നൽകുന്ന സുഗന്ധാഭിഷേകത്താൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അനേകർ വിശ്വാസത്തിലും മറ്റു ചിലർ അവിശ്വാസത്തിലും ഇത് സ്വീകരിച്ചു. ഈ ദൈവിക സാന്നിധ്യാനുഭവം നിങ്ങളുടെ സ്വന്തമാക്കുക. ഈ ഭവനത്തിലൂടെയോ എന്റെ മക്കളിലൂടെയോ പ്രത്യേകമാം വിധം ഇത് നൽകപ്പെട്ടിരുന്നു. ഇനിമേൽ അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുള്ള പുഷ്പങ്ങളുടെ നറുമണത്താൽ ഞാനും എന്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. സാത്താന്റെ കടന്നാക്രമണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിലെത്താനുള്ള മാർഗങ്ങൾ: പ്രമാണങ്ങൾ അനുസരിക്കുക, കൂദാശകൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക, പ്രസാദവരത്തിൽ നിലനിൽക്കുക, ജപമാല പ്രാർത്ഥനയിൽ ഈ അമ്മയോടൊപ്പം തീഷ്ണതയുള്ളവരാകുക. കർത്താവിന്റെ കരുണ നിങ്ങൾ നിരസിക്കരുത്. മക്കളെ, ദൈവനീതി തയ്യാറാക്കി വച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പ്രാർത്ഥനയുടെയും പരിഹാര പ്രായശ്ചിത്തത്തിന്റെയും പ്രബല ശക്തിക്ക് മാത്രമേ കഴിയൂ. 1999 ഒക്ടോബർ 7 സന്ദേശം. ജ്വലിക്കുന്ന മുത്തുകളുള്ള ജപമാല കൈകളിലേന്തി പരിശുദ്ധ അമ്മ പറഞ്ഞു: മക്കളെ, ജപമാല എന്ന സുശക്തമായ ആയുധത്തിന്റെ പാവന സ്മരണ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഈ ദിനം
മാനവരാശി മുഴുവനും വേണ്ടി നന്ദിയോടെ ഞാൻ പിതാവിന് സമർപ്പിക്കട്ടെ. ജ്വലിക്കുന്ന ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വീണ്ടും പറഞ്ഞു, മക്കളെ, ഈ ജ്വലനം മനുഷ്യ ഹൃദയങ്ങളിലും ഉണ്ടാകുവാൻ ഞാൻ പ്രയത്നിക്കുന്നു. സഭയിൽ ഇതിനോടകം 300-ൽ പരം വ്യക്തികൾക്ക് പഞ്ചക്ഷതം ഉണ്ടായിട്ടുണ്ട്. പഞ്ചക്ഷതധാരികൾ ആ സമയം കർത്താവിന്റെ പീഡാനുഭവ രംഗങ്ങളാണ് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ മുറിവുകൾ ആ സമയത്താണ് അടയാളമായി തങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുക. 2000 മെയ് 21 മുതൽ 27 വരെ നടന്ന മരിയൻ ധ്യാനം പാലക്കാട് രൂപതയിലെ യുവക്ഷേത്ര എന്ന ധ്യാന സെന്ററിൽ വെച്ചായിരുന്നു ഈ ധ്യാനം നടന്നത്. 70-ൽ പരം പ്രാവശ്യം റാണിക്ക് വായിലും കൈകളിലുമായി മാതാവ് പാല് നൽകിയിട്ടുണ്ട്. ഈ സമയം മാതാവ് റാണിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് റാണിയുടെ അധരത്തിലേക്ക് തന്റെ കയ്യിൽ നിന്നും പാല് നൽകിക്കൊണ്ടിരിക്കുകയാണ്. റാണി മാതാവിനെ ഈ സമയം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ബാഹ്യമായി നടക്കുന്നത് എന്ന് റാണി ഈ സമയം അറിയുന്നില്ല. സമൂഹത്തിന് നൽകിയ ശക്തമായ അടയാളം കേരള സഭയ്ക്ക് ജൂബിലി വർഷത്തിൽ വലിയൊരു സമ്മാനം തന്നെ.
തനിക്ക് ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് റാണി നന്ദി പറയുന്നു. ിൽ പരം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ സംഭവത്തിന് സാക്ഷികളായി തീർന്നു. നമ്മുടെ മുൻപിൽ സത്യമായി വിശ്വാസവിധനായിരിക്കുന്നു. അവിടുന്ന് നിമിഷങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഉയർത്തുന്നത് കൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. നമുക്ക് മുട്ടുമുട്ടി നിൽക്കാം. മുട്ടുമുട്ടി നിന്നുകൊണ്ട് ഈശോയുടെ ദിവ്യമായ ആശീർവാദം തുടർന്ന് പാല സെയിന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പാൽ ബഹുമാനപ്പെട്ട ഡോക്ടർ കുര്യൻ മറ്റത്തിലച്ചൻ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകുന്നു. പതിനാറ് പ്രാവശ്യം ഈശോ നേരിട്ട് വന്ന് പരിശുദ്ധ കുർബാന റാണിക്ക് നൽകിയിട്ടുണ്ട്. സഭാ ചരിത്രത്തിൽ ധാരാളം വ്യക്തികളുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതേ ധ്യാനത്തിൽ രണ്ടാമത് ഒരു അടയാളം കൂടി നൽകുവാൻ ഈശോ തിരുമനസ്സായി. നമ്മുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഈ നിമിഷം ഒഴുകിയിറങ്ങുന്നുവെങ്കിൽ അതിനു മുൻപായി സമൂഹം ആഴത്തിൽ അനുദപിക്കാൻ മാതാവ് സന്ദേശം നൽകി. നമുക്കൊന്ന് ചേർന്ന് സ്വരമുയർത്തി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിന്റെ കാര്യങ്ങളിൽ കെട്ടുപിടിച്ചുകൊണ്ട് ആ മുറിവേറ്റ ആത്മാദങ്ങൾ ചുമച്ചുകൊണ്ട് കയ്യിൽ പാല് നൽകിക്കൊണ്ട് മാതൃസ്നേഹത്തിന്റെ അടയാളം മാതാവ് ഒരിക്കൽ കൂടി പ്രകടമാക്കുന്നു. ഈ സമയം ശക്തമായ സുഗന്ധാഭിഷേകം സമൂഹത്തിന് അനുഭവപ്പെട്ടു. ദൈവിക അടയാളത്തിന്റെ ഒരു ലക്ഷണം ദൈവം എല്ലാം ഭംഗിയായി ആ സമയം ക്രമീകരിക്കും എന്നതാണ്.
കയ്യിലൂടെ തുള്ളിത്തുള്ളിയായി ഒഴുകിയ പാല്. എഴുപതിൽ പരം തവണ ഈ കൈകളിലേക്ക് മാതാവ് തേനും പാലും നൽകിയിട്ടുണ്ട്. തറയിൽ വീണ പാല് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ശ്രദ്ധാപൂർവം പാത്രത്തിൽ ശേഖരിക്കുന്നു. ഓഗസ്റ്റ് 13 മുതൽ 18 വരെ രണ്ടാം മരിയൻ ധ്യാനം. ഇതിൽ 10 വൈദികരും 250 അൽമേനികളും പങ്കെടുത്തു. ആ ധ്യാനത്തിലും റാണിയുടെ വായിലേക്ക് പാല് നൽകിക്കൊണ്ട് മാതാവ് മാതൃസ്നേഹത്തിന്റെ അടയാളം പ്രവർത്തിച്ചു.
2000 ഓഗസ്റ്റ് 16 ഉച്ച കഴിഞ്ഞ് 5:30 കൂടിയാണ് ജപമാല പ്രാർത്ഥന മധ്യേ ഈ അടയാളം ഉണ്ടായത്. 10 വൈദികർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നു. ആദ്യമായിട്ടാണ് ജപമാല പ്രാർത്ഥന മധ്യേ മാതാവ് ഈ അടയാളം റാണിയിലൂടെ നൽകുന്നത്. സമൂഹമധ്യേ ജനം നോക്കി നിൽക്കെ ദൈവം പ്രവർത്തിക്കുന്ന ഈ അടയാളങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ പ്രകീർത്തിക്കാം. ദൈവപരിപാലനയെ ഓർത്ത് അവിടുത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തുടർന്ന് ജപമാല പ്രാർത്ഥന തുടരുന്നു. അമ്മയുടെ ഹൃദയത്തിന്റെ ശക്തിയാൽ എന്നിൽ നിറയണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്പർശനങ്ങൾ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും നാഥന്റെ സ്നേഹസ്പർശനങ്ങൾ, അടയാളങ്ങൾ, അനുഭവങ്ങൾ, ദാസരിൽ സ്നേഹത്തിൻ സ്പർശനങ്ങൾ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും നാഥന്റെ സ്നേഹസ്പർശനങ്ങൾ. ജൂബിലി വർഷത്തിലെ 3ാം മരിയം ധ്യാനം. ഈ ധ്യാനത്തിൽ പഞ്ചക്ഷതാനുഭവം നൽകിക്കൊണ്ട് ഈശോ അടയാളം പ്രവർത്തിച്ചു. നവംബർ 1 ഉച്ച കഴിഞ്ഞ് 2:30 കൂടിയാണ് റാണിക്ക് പഞ്ചക്ഷതമുണ്ടായത്. ആ സമയം ധ്യാന സെന്ററിലെ ചാപ്പലിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ റാണി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരക്കുരിശും മുൾമുടിയും നാഥനായി തീർത്തു ഈ മർത്യലോകം. 30 മിനിറ്റ് നീണ്ടുനിന്ന പഞ്ചക്ഷതാനുഭവത്തിന് ശേഷം റാണി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. നിലനിൽക്കുന്നു അനുഗ്രഹ പൂമഴയായിടുന്നു അടയാളങ്ങൾ, അനുഭവങ്ങൾ, ദാസരിൽ സ്നേഹത്തിൻ സ്പർശനങ്ങൾ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും
നാഥന്റെ സ്നേഹസ്പർശനങ്ങൾ. ഇരുപത്തിയെട്ട് ബഹുമാനപ്പെട്ട വൈദികർക്ക് ഈ അടയാളങ്ങൾ നേരിട്ട് കാണുവാൻ സാധിച്ചു. ഈ സമയം തന്നെ 2 വീഡിയോ ക്യാമറയിൽ ഈ അടയാളങ്ങൾ പകർത്തുകയും ചെയ്തു. പഞ്ചക്ഷതങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തികൾ സഹനത്തിലാണ് പങ്കാളികളാകുന്നത്. സത്യമാണോ, നിത്യയാണോ, രക്ഷകൻ ഊഴിയിൽ വന്നതാണോ? സത്യാന്വേഷികൾ അടയാളമായി ഈശോതൻ ദാസരിൽ നൽകിടുന്നു. ഈശോ ഇന്നും ജീവിക്കുന്നു. കൈകാലുകളിലെ രക്തം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് തുടച്ചെടുക്കുന്നു. ദാസരിൽ സ്നേഹത്തിൻ സ്പർശനങ്ങൾ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും. നാഥന്റെ സ്നേഹസ്പർശനങ്ങൾ അടയാളങ്ങൾ. ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. കൈകാലുകളിലെ അടയാളങ്ങൾ കണ്ട് അവർ തങ്ങളുടെ ഗുരുവിനെ വേഗം മനസ്സിലാക്കി. ഈശോയുടെ ശരീരത്തിലെ 5 മുറിവുകൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് പഞ്ചക്ഷതങ്ങൾ. ഈശോ ആ സമയം തൊട്ടടുത്തു വന്നു നിന്ന് ആ മുറിവുകൾ ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി ഇവ നൽകുന്നു? 1. ഈശോ നമ്മുടെ മധ്യേയുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ. 2. ഈശോയുടെ പീഡാസഹനം ഒരു നിത്യസത്യമാണ് എന്ന് അനുസ്മരിപ്പിക്കാൻ. 3. സഹനം രക്ഷാകരമാണെന്ന് പഠിപ്പിക്കാൻ. 4. ഇത്രയും വേദന സഹിച്ച ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം വ്യക്തമാക്കാൻ. 5. പീഡാനുഭവത്തിന്റെ തീവ്രത നാം മനസ്സിലാക്കാൻ. 6. രക്ഷാകര സഹനം ഇന്നും തുടരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ. 7. വിശുദ്ധ ഗ്രന്ഥം ഒരു കെട്ടുകഥയല്ലെന്നും ഈശോ സത്യമായി മനുഷ്യനായി അവതരിച്ച് പീഡ സഹിച്ച് മരിച്ചു എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കാൻ. 8. നാം ദൈവോന്മുഖമായി സത്യത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ. 9. നമ്മുടെ ശരീരം പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ. 10. വചനം അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കാൻ. നവംബർ 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3:15 റാണി മുറിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വീണ്ടും പീഡാനുഭവത്തിന്റെ തീവ്രമായ അനുഭവം റാണിക്കുണ്ടായി. കൈകാലുകളിൽ പഞ്ചക്ഷതങ്ങൾ വീണ്ടും തെളിയുന്നു.
തലയിലെ മുൾമുടിയുടെ മുറിവ്. പഞ്ചക്ഷതധാരികൾക്ക് അപൂർവമായി ലഭിക്കുന്ന ഒന്നാണ് മുൾമുടിയുടെ മുറിവ്. ഇവിടെ ഇപ്പോൾ തന്നെ വീണ്ടും റാണിക്ക് മുൾമുടിയുടെ മുറിവുണ്ടാകുന്നു. സാധാരണ മുറിവുണ്ടായാൽ ശരീരത്തിൽ നീരും പഴുപ്പും പ്രത്യക്ഷപ്പെടും. എന്നാൽ പഞ്ചക്ഷതധാരികളിൽ ഈ മുറിവ് ഫ്രഷായി കാണപ്പെടുന്നു. മാത്രമല്ല, അത്ഭുതകരമാം വിധം മുറിവ് വേഗം സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും.
വൈദ്യശാസ്ത്രത്തിന് ഉത്തരമില്ലാത്ത 2 കാര്യങ്ങൾ ഇവയാണ്. 1. ചെറിയ മുറിവിൽ നിന്നും വളരെയധികം രക്തം പ്രവഹിക്കുന്നു. 2. മുറിവുകൾ വേഗം സുഖപ്പെടുന്നു. പ്രപഞ്ചനാഥനായ ദൈവത്തിന് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിച്ച് തന്റെ സന്ദേശം മക്കൾക്ക് കൈമാറാൻ സാധിക്കും. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. മുന്നൂറിൽ പരം ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാന അവസരത്തിൽ പഞ്ചക്ഷതങ്ങൾ ഉണ്ടാകുകയും അവർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യുക എന്നത് വലിയ ഒരു ദൈവാനുഗ്രഹത്തിന്റെ അടയാളമാണ്. അടയാളങ്ങൾ നമ്മെ ഈശോയിലേക്ക് നയിക്കും, വിശ്വാസത്തിലേക്ക് നയിക്കും. ഇരുപത്തിയെട്ട് ബഹുമാനപ്പെട്ട വൈദികർ റാണിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ അടയാളം കാണുവാൻ വിനീതരായ തങ്ങളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു.
തുടർന്ന് വൈദികർ റാണിക്ക് ആശീർവാദം നൽകുന്നു. സൗത്ത് അമേരിക്കയിലെ ബൊളീവിയയിലുള്ള കാഡിയ റിവാസ് ജീവിച്ചിരിക്കുന്ന പഞ്ചക്ഷതധാരി. കാഡിയായ്ക്ക് പഞ്ചക്ഷതമുണ്ടാകുമ്പോൾ മുൾമുടിയുടെ മുറിവ് ശിരസിലുണ്ടാകും. കാഡിയായ്ക്കുണ്ടാകുന്ന ഈ പഞ്ചക്ഷതാനുഭവം അമേരിക്കൻ TV പ്രക്ഷേപണം ചെയ്തതാണ്.
കേരളത്തിനകത്തും പുറത്തും നിന്ന് ധാരാളം ആളുകൾ ഈ കൊച്ചു ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. കേരള സഭാ മക്കൾക്ക് ജൂബിലി സമ്മാനമായി ഈശോ നൽകിയ ഈ കൊച്ചടയാളത്തെ മുൻവിധിയില്ലാതെ നമുക്ക് സ്വീകരിക്കാം. ഈശോയിലേക്ക് നമുക്ക് വളരാം. പഞ്ചക്ഷതധാരിയായ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. കേരളത്തിലെ ആദ്യ പഞ്ചക്ഷതധാരി. വളരെയേറെ അപമാനങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയ വിശുദ്ധ. ഇവളിൽ പൈശാചിക ശക്തികളാണ് പ്രവർത്തിക്കുന്നത് എന്നുപോലും പറഞ്ഞ് മറ്റുള്ളവർ അധിക്ഷേപിച്ചിട്ടുണ്ട്. ക്ഷമയോടെ സഹിച്ച ദൈവദാസി. പഞ്ചക്ഷത എന്ന ഗ്രന്ഥത്തിൽ മറിയം ത്രേസ്യയെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മാതാവും മാലാഖമാരും ദർശനങ്ങളും സന്ദേശങ്ങളും നൽകണമെങ്കിൽ പുണ്യവും പാണ്ഡിത്യവുമുള്ള ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഉണ്ടായിരിക്കെ ശരിക്ക് അക്ഷരജ്ഞാനം പോലുമില്ലാത്ത പെൺകുട്ടികളെയും ഗ്രാമീണ കന്യാസ്ത്രീയെയും തിരഞ്ഞെടുത്തതിന്റെ പൊരുൾ തിരയാൻ പാരം പ്രയാസം തന്നെ. കുരിശിൻ ചുവട്ടിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും അമ്മയായി ഈശോ തന്ന ആ നല്ല അമ്മയെ നമുക്കും സ്വന്തം അമ്മയായി സ്വീകരിക്കാം. അമ്മയെ നോക്കി പഠിക്കാം. അമ്മയിലൂടെ ഈശോയിലേക്ക് വളരാം. ദൈവസുതനെ നേരിട്ട് സ്വീകരിക്കാൻ ലോകം അയോഗ്യമായിരിക്കെ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. അതാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവത്തിന്റെ വിളിയും ദാനവും ഒരിക്കലും പിൻവലിക്കപ്പെടാവുന്നതല്ല. ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധയമ്മയെ നമുക്കും ഹൃദയം തുറന്ന് സ്വീകരിക്കാം. യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകാം.